ഒരു 45 വയസ്സ് 50+ ഈ ഒരു റേഞ്ചിലൊക്കെ പീരീഡ്സ് സ്റ്റോപ്പ് ആകുന്ന ആളുകൾ പിന്നീട് അവരുടെ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പുരുഷന്മാർ അറ്റാക്ക് വന്ന് മരിക്കുന്നതാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. സ്ത്രീകളിലും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്. പീരീഡ്സ് നിന്ന് കഴിഞ്ഞു, എനിക്ക് ഒരു സപ്ലിമെൻ്റ് എടുക്കാം എന്ന് കരുതിയിട്ട് പോയിട്ട് omega-3 വൈറ്റമിൻ ഡി കാൽഷ്യം സപ്ലിമെൻറ്റ് ഇതൊന്നും വാങ്ങി അനാവശ്യമായിട്ട് കഴിക്കരുത്. നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ യോഗ പ്രാക്ടീസ് എന്ന് പറയുന്നത്. കപ്പ, കിഴങ്ങ് അതൊക്കെ എന്ത് ചെയ്യുക, ലിമിറ്റഡായിട്ട് കഴിക്കുക. ഒട്ടും കഴിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല, ലിമിറ്റഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വലിയ കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും മുട്ട കഴിക്കാം, അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് സ്ത്രീകളിലെല്ലാം തന്നെ പീരീഡ്സിലൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവരിൽ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് തന്നെ പീരീഡ്സൊക്കെ നിൽക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് ഫുഡ് ഹാബിറ്റ്സിലൊക്കെ ചേഞ്ചസ് വന്നു. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഒരുപാട് മെഡിസിൻസിൻ്റെ ഒക്കെ റിയാക്ഷൻ പോലെയൊക്കെ തന്നെ അവരിൽ പെട്ടെന്നൊക്കെ പീരീഡ്സൊക്കെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഏത് പ്രായത്തിലെത്തുന്ന സമയത്തും, അതായത് 40-ന് ശേഷമാണ് പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു 45 വയസ്സ് 50+ ഈ ഒരു റേഞ്ചിലൊക്കെ പീരീഡ്സ് സ്റ്റോപ്പ് ആകുന്ന ആളുകൾ പിന്നീട് അവരുടെ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അത്രത്തോളം സീരിയസ് ആയിട്ട് കാണാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. കാരണം നമ്മളെല്ലാവരും അത് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം പീരീഡ്സ് ആർത്തവമൊക്കെ നിൽക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ജോയിൻറ്റ് കംപ്ലയിൻസ്, വേദനകൾ, കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മളാരും അതത്ര സീരിയസ് ആയിട്ട് കാണാറില്ല. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ വേദനകൾ എന്നാണ് നമ്മൾ പലരും കരുതുന്നത്. അപ്പോൾ പീരീഡ്സ് നിൽക്കാനാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു ഈസ്ട്രജൻ ഹോർമോൺസ് ഉണ്ട്. ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസിൽ ചേഞ്ചസ് വരും. ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറയുന്ന സമയത്ത് വൈറ്റമിൻ ഡീൻ്റെ അബ്സോർപ്ഷനൊക്കെ ബോഡിയിൽ കുറയും. വൈറ്റമിൻ ഡി കുറയും, കാൽഷ്യം കുറയും. ഇത്തരം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ കുറയുന്ന സമയത്ത് ബോഡി പെയിന്, ജോയിൻറ്റ് പെയിന്, ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ടാവും. തേയ്മാനമൊക്കെ നിങ്ങൾക്ക് വരുന്നതും ആ ഒരു സമയത്തേക്കാണ്. അപ്പോൾ തേയ്മാനം വരുന്നത് അതുകൊണ്ട് മാത്രമല്ല, അപ്പം നിങ്ങൾ അമിതമായിട്ട് ഇങ്ങനെ റെസ്റ്റില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കർഷകരെടുത്ത് നോക്കുക, അല്ലെങ്കിൽ പശുവൊക്കെ ഉള്ള ആളുകളാണ് വിചാരിക്കുക. ഇവർ ഫുൾ ടൈം ഈ പശുവിൻ്റെ പുറകിൽ നടക്കുമ്പം ഇവർക്ക് പശുവിന് ഫുഡ് കൊടുക്കണം, പുല്ല് പറിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇത്തരം ആളുകൾക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. അവർ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്ര ആളുകൾക്കൊക്കെ പെട്ടെന്നാണ് ഈ മുട്ടുവേദനയൊക്കെ സ്റ്റാർട്ടാവുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ നടുവിനൊക്കെ പെട്ടെന്ന് വേദന വരും. അപ്പം അത് ഓരോരുത്തരെ ആ ഒരു ജോലി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് തേയ്മാനം എന്ന് പറയുന്നത് ഈ പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്ന സ്ത്രീകൾ മാത്രമൊന്നും വരുന്നതല്ല. അപ്പോൾ എല്ലാ പ്രായക്കാരും, പ്രത്യേകിച്ച് പുരുഷന്മാരിലൊക്കെ ഇങ്ങനെ ഫുൾ ടൈം പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ സ്ത്രീകളിലും ഉണ്ട്. വീട്ടുപണി തന്നെ റെസ്റ്റില്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ വീട്ടുപണി ഇങ്ങനെ ഫുൾ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്, അധികം എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങനെ കരുതുകയാണെങ്കിൽ അത് മാത്രമല്ല നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ പണ്ടത്തെ സ്ത്രീകളിൽ ഈ കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറവ് തന്നെയായിരുന്നു. കാരണം അവർക്ക് ആട്ടുകല്ലുണ്ടായിരുന്നു, അമ്മിക്കല്ലുണ്ടായിരുന്നു, അതുപോലെ തന്നെ അലക്ക് കല്ലിലായിരുന്നു, അങ്ങനത്തെ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഇലക്ട്രോണിക് രംഗത്തോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഈ ജോയിൻറ്റ് കംപ്ലയിൻസ് ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു. അവർക്ക് ഈ കൈക്ക് വരുന്ന വേദന, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നടുവേദനയൊക്കെ കുറച്ചധികം കൂടുതലായിരുന്നു. നിങ്ങളിപ്പം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞ ജോലികളൊക്കെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എക്സസൈസ് ചെയ്യാം. ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ അമ്മിക്കല്ലിലിട്ട് അരയ്ക്കുകയോ അല്ലെങ്കിൽ കല്ലിലിട്ട് അലക്കുകയോ ഇതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. നിങ്ങളൊരു മണിക്കൂർ വ്യായാമം നിങ്ങളെ ബോഡിക്ക് കൊടുത്താൽ മതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വ്യായാമം വേണം. നമ്മുടെ ലൈഫിൽ വ്യായാമം ഇല്ലാണ്ട് ശരിയാവില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് എക്സസൈസ് എന്ന് പറയുന്നതേ മടിയാണ്. അവർ കരുതുന്നത് തന്നെ ഈ പുരുഷന്മാരാണ് എക്സസൈസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അധികവും കേൾക്കുന്നൊരു കാര്യം എന്താണ്, അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നതൊക്കെ നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഈ പുരുഷന്മാർ അറ്റാക്ക് വന്ന് മരിക്കുന്നതാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ സ്ത്രീകളിലും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ആർത്തവവിരാമമായ ആളുകളിലൊക്കെ പെട്ടെന്ന് തന്നെ അവരുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടാനും അതുപോലെ തന്നെ ബ്ലോക്ക് വരാനും എല്ലാം തന്നെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആഫ്റ്റർ 40 നമ്മൾ കുറച്ചധികം വൈറ്റമിൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12,
ബയോട്ടിൻ, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാൽഷ്യം നോക്കണം, അയൺ നോക്കണം. HB ഒക്കെ പെട്ടെന്ന് കുറയുമ്പോൾ വളരെയധികം ക്ഷീണമൊക്കെ സ്ത്രീകളിൽ വരും. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നിന്ന് ആ ഒരു ടോക്സിൻസോ ഒന്നും പുറന്തള്ളപ്പെടുന്നില്ല ആർത്തവം സ്റ്റോപ്പായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തായിരിക്കും ഇത്തരം ചേഞ്ചസുകളൊക്കെ കൂടുതലായിട്ടും കണ്ടുവരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുഡിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പം പീരീഡ്സ് നിന്ന് കഴിഞ്ഞു, എനിക്ക് ഒരു സപ്ലിമെൻ്റ് എടുക്കാം എന്ന് കരുതിയിട്ട് പോയിട്ട് omega-3, വൈറ്റമിൻ ഡി, കാൽഷ്യം സപ്ലിമെൻറ്റ് ഇതൊന്നും വാങ്ങി അനാവശ്യമായിട്ട് കഴിക്കരുത്. നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നല്ല ചേഞ്ചസ് വരും. ഒരുപാട് സ്ത്രീകൾ പറയാറുണ്ട് ആർത്തവെല്ലാം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ബോഡിക്ക്, അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു, മൂഡ് സ്വിങ്സ് വരുന്നു, ഒന്നിനൊരു ഉഷാറില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല, ബോഡി അതിനെ അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് പേഷ്യൻസ് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ചേഞ്ചസ് ആവണമെങ്കിൽ, അതിലൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മൾ ഫുഡിലും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു ദിവസം നിങ്ങളൊരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. സമയം എടുത്തിട്ട് ഗ്യാപ്പ് എടുത്തിട്ട് വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിച്ച പാടെ പോയിട്ട് കിടന്നുറങ്ങരുത്. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുറച്ചൊരു 5-10 മിനിറ്റ് നടക്കുക. നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. ഫുഡ് കഴിച്ച പാടെ റെസ്റ്റ് കൊടുക്കുക, പോയി കിടന്നിട്ടല്ല. നിങ്ങളുടെ ബോഡിയിൽ ഈ രക്തത്തിലോട്ട് പെട്ടെന്ന് ഷുഗർ കയറാതിരിക്കണമെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകൾ ആഫ്റ്റർ ഫുഡ് നമുക്ക് ചെയ്യാം. അതായത് നമ്മുടെ കാലിൽ ലെഗ് റൈസിങ്, അല്ലെങ്കിൽ നമ്മൾ സോളിയസ് പുഷപ്പ് എക്സസൈസ് ഉണ്ട്, അത് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് മൈൽഡ് വാക്കിംഗ്, ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ നടക്കൊന്നും വേണ്ട, ചെറിയൊരു നടത്തം കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ പാടെ കിടക്കാൻ പാടില്ല ഫുഡ് കഴിച്ച പാടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യോഗ, പ്രാണായാമ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമാണിത്. കാരണം ഒരു ആഫ്റ്റർ 40 നമ്മുടെ ലങ് കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ശ്വാസകോശം കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആവാൻ എന്ത് വേണം, നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് ഫോളോ ചെയ്യുക. പ്രാണായാമം പോലുള്ള എക്സസൈസുകളാണ് കുറച്ചും കൂടി നല്ലത്. യോഗ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടി ഒരു കാമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ യോഗ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം അതും ചെയ്യുക. യോഗ ചെയ്തിട്ട് നല്ല രീതിയിൽ വെയിറ്റ് റിഡക്ഷനൊക്കെ ഉണ്ടാവും എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതൊരു ഗുഡ് എക്സസൈസാണ്. സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബോഡിക്ക് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ വാക്കിംഗ് 1 hour വാക്കിംഗ് ചെയ്യുക. അതൊക്കെ കുറച്ച് ബെറ്റർ എക്സസൈസാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫുഡാണ്. ഫുഡിനകത്ത് ഷുഗർ മാക്സിമം കട്ട് ചെയ്യുക. ആവശ്യത്തിന് മാത്രം ഷുഗർ യൂസ് ചെയ്യുക. ഇപ്പോൾ 1-2 ചായ കുടിക്കുന്നുണ്ട്, അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഒരുപാട് ഷുഗർ ആഡ് ചെയ്ത് ഷുഗർ ഐറ്റംസുകൾ കൂടുതൽ കഴിക്കുക, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ഒബ്വിയസ്ലി ആ ഒരു സമയം ആകുമ്പോഴേക്കും എല്ലാവർക്കും ആ ഒരു ഷുഗറിനോടുള്ളൊരു താല്പര്യമൊക്കെ കുറയുന്നൊരു സമയമാണ്. പിന്നെ താല്പര്യം കൂടുന്നത് ചോറിനോടാണ്. അപ്പോൾ ചോറിൻ്റെ അളവൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഈ കപ്പ, കിഴങ്ങ് അതൊക്കെ എന്ത് ചെയ്യുക, ലിമിറ്റഡായിട്ട് കഴിക്കുക. ഒട്ടും കഴിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല, ലിമിറ്റഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ ഫുഡ് കഴിച്ച് രാത്രി നേരത്തെ കിടക്കുക. ഏതെങ്കിലും ഒരു നേരം ചോറാക്കുക, ഒരു നേരം നമ്മൾ രാവിലെ എന്താണെങ്കിലും അരിയാഹാരം ഉണ്ടാവും, രാത്രി മറ്റെന്തെങ്കിലും ലൈറ്റ് ഫുഡിലോട്ട് ധാന്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലൈറ്റ് ഫുഡ് സെലക്ട് ചെയ്യുക. പ്രോട്ടീൻസൊക്കെ നിർബന്ധമായിട്ടും കഴിക്കുക. പ്രോട്ടീൻസ് വേണം, വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. പാല് പാടൊക്കെ നീക്കി ഉപയോഗിക്കുക. ആ മുട്ടയൊക്കെ ആണെങ്കിൽ വലിയ അസുഖം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും ഒരു മുട്ട നമുക്ക് കഴിക്കാം. കൊളസ്ട്രോളൊക്കെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ പാർട്ട് ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും വൈറ്റ് പാർട്ട് എടുക്കാം. വലിയ കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും മുട്ട കഴിക്കാം, അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളുടെ ഫുഡിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഫ്റ്റർ 40 ആയി കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ സിംറ്റംസ്, മുടി കൊഴിച്ചിൽ, ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.